യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഇന്ന് നമ്മൾ മാന്തൽ ഫിഷില്ലേ, മാന്തൽ ഫിഷ് തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നത്. മാന്തൽ ഫിഷ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഓരോന്നായിട്ട് പറയാം. ഞങ്ങൾ മാന്തൽ എന്നാണ് പറയാറ്. മാന്തൽ ഫിഷ് ക്ലീൻ ചെയ്ത് നല്ലോണം കഴുകി മഞ്ഞൾ മുളക് ഉപ്പിട്ട് വെച്ചതാണ്. ഇതാണ് മാന്തൽ ഫിഷ്. അതിൽ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. നന്നായിട്ട് തേങ്ങ അരച്ച് വെക്കുക. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തക്കാളി, ഒരു സവാളേൻ്റെ പകുതി, കുഞ്ഞു സവാളേൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ട്. ഇനി നമുക്ക് കുറച്ച് പുളി വേണം, കുറച്ച് പുളിയുടെ വെള്ളം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചു. സവാള, പച്ചമുളക്, ഇഞ്ചി ആദ്യം ഇടാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റും. സവാളയും പച്ചമുളകും ഇഞ്ചി കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. എണ്ണ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർക്കാം. നന്നായിട്ട് വെക്കും. ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് തക്കാളി ഇടാം. അപ്പോൾ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, സവാള നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇടാം. തക്കാളിൻ്റെ അത്ര നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. തക്കാളി ഒന്നിങ്ങനെ വെന്ത് ഇതിലേക്ക് അരിയണം. അപ്പം നമ്മളെ സവാളയും പച്ചമുളകും തക്കാളി ഇങ്ങനെ വെന്ത് ഇങ്ങനെ പേസ്റ്റ് ആയിക്കോട്ടെ നല്ലോണം. അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ കഷ്ണം കാണുമ്പോൾ നമുക്ക് കറക്റ്റൊരു സുഖം തോന്നും. പക്ഷെ എന്തായാലും തക്കാളി ഇങ്ങനെ നമ്മൾ മിക്സിയിൽ അടിക്കാത്തത് കൊണ്ട് തന്നെ അരിഞ്ഞ് കിട്ടാൻ കുറച്ചൊരു താമസം. നന്നായിട്ടിങ്ങനെ അരിഞ്ഞ് ചേരട്ടെ തക്കാളി. ഇതിലേക്ക് ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. സവാള ഒരുപാട് എടുക്കണ്ട. സവാള കുറച്ച് കൂടുതലാകുമ്പോൾ നമുക്ക് ചെറുങ്ങനെ ഒരു മധുരിക്കുന്ന പോലെ. ഒരു ചെറിയ സവാളേൻ്റെ പകുതി. നമുക്ക് ചെറിയ ഉള്ളി എടുക്കാൻ ഇതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചെറിയ ഉള്ളിയാണോ ഒരു 3, 4, 5, 6 ചെറിയ ഉള്ളി എടുക്കാൻ മതി. സവാള ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ്. സവാളേൻ്റെ ഒരു ചെറിയൊരു സവാളേൻ്റെ
വേറെ പകുതി എടുത്താൽ മതി. ഒരു ചെറുതായി കട്ട് ചെയ്ത് 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്. 2 മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. പച്ചമുളക് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞത്, നമ്മൾ പുളി ഇട്ട് വെച്ചതാണ്. ഇത് നമ്മളെ വാളംപുളി, കൊടംപുളിയല്ല, വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിങ്ങനെ തിരിഞ്ഞിട്ട് ഈ പുളീൻ്റെ വെള്ളം ഒഴിക്കാം നമുക്ക്. നമ്മൾ പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി സവാള ആ പുളിയായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് ചെറിയൊരു പരിപാടി വേറെ ഉണ്ട്. നമ്മളിപ്പുറം ചട്ടി വെക്കാം. ഗ്യാസ് കത്തിച്ചു, നമ്മളെ പാൻ വെച്ചു. ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മളെ പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ 3 പൊടികളെ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ ഈ ചേർക്കുന്ന പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അത് നമുക്ക് ഈ പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. 1 സ്പൂൺ, 2 സ്പൂൺ, ഒരു 2.5 സ്പൂണ്, കുഞ്ഞി സ്പൂണാണ്, ഇത്രയുള്ള സ്പൂണാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത് മല്ലിപ്പൊടിയാണേ. മല്ലിപ്പൊടി 1 സ്പൂൺ, 2 സ്പൂൺ, ഒരു 2.5 സ്പൂൺ, ഇത്രയും മതി. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി കൊടുക്കും. മിക്സ് ചെയ്തിട്ട് ചൂടാക്കി അതിൻ്റെ ആ പച്ചച്ചോയൊക്കെ ഒന്ന് മാറി. ഇത് 3 കൂടി ഇങ്ങനെ ചൂടാക്കി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് നല്ലൊരു പ്രത്യേക മസാലേൻ്റെ സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാം ഇത് ചൂടായി നല്ലോണം ഇതിൻ്റെ പച്ചമണം മാറിയിട്ട്. ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ട് വെക്കണം, കാരണം കരിഞ്ഞു പോകരുത്. നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർന്ന് ചൂടാവും. നമ്മളെ പൊടി 3 കൂടി ചേർന്ന് നല്ല സ്മെല്ല് വന്നു തുടങ്ങി. നമുക്ക് പാൻ ഓഫ് ആക്കാം.
പൊടിൻ്റെയും കൂടിയുള്ള പച്ചമണം മാറിയിട്ടുള്ള ഒരു നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങി. നമുക്ക് പാൻ ഓഫാക്കിയിട്ട് ഇങ്ങോട്ട് വെക്കാം. കാരണം ഇതിനെ കൂടെ ചൂടാകുമ്പോൾ ഇനി ഇത് കരിഞ്ഞു പോകാം. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെച്ച് തേങ്ങ ഒഴിക്കണം. ഗ്യാസ് കൂട്ടി വെക്കുക, നന്നായിട്ട് തിളയ്ക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾ ഈ പൊടി നമ്മൾ ചൂടാക്കി വെച്ച പൊടി ചേർക്കാം. ഇതെല്ലാം കൂടി മിക്സായിട്ട് ഒന്ന് തിളക്കട്ടെ. ഇതിവിടുന്ന് തിളക്കട്ടെ, ഒന്ന് തിളക്കട്ടെ ഇതെല്ലാം കൂടി. ഇതൊന്ന് തിളച്ചു. ഇനി നമുക്ക് നമ്മളുടെ ഫിഷ് ഇടാം. നമ്മളെ കറിയെല്ലാം കൂടി തിളച്ചു. ഈ മാന്തൽ ഫിഷ് എന്ന് പറയുന്നത് എത്രയോ കുറച്ച് വേവ് മാത്രമുള്ളതാണ്. ഒരു 2 തള തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫിഷ് ഇടാം. ഇപ്പോൾ ലാസ്റ്റ് ഫിഷ് ഇടാവും. കാരണം അല്ല ഫിഷ് കലങ്ങിപ്പോവും. ഫിഷിന് എന്താ പറയുക, മുള്ള് വേറെ ഇറച്ചി വേറെ ആയിപ്പോവും. കാരണം അത്രയും സോഫ്റ്റ് ഫിഷാണ്, ചെറിയ ഫിഷുമാണ്. ഒന്നൊന്ന് ഫിഷിനെ അതിന് എല്ലാ ഭാഗത്തേക്കൊക്കെ ഫിഷ് വേകുമ്പോഴത്തേക്ക് നല്ലോണം കുറി പോകാണ്ടിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഫിഷിനെ തൊടാണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത്. ഓക്കെ, ഇനി ഒരു 2 തള തിളച്ച് ഇവിടുന്ന് വേവട്ടെ കേട്ടോ. 2 തള തിളച്ച് അവിടുന്ന് വേവും. അപ്പം നമ്മളെ മാന്ത ഫിഷ് നല്ലോണം തിളച്ച് മാന്ത നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി ഗ്യാസ് ഓഫാക്കിയാലും നമ്മൾ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തിളച്ചുകൊണ്ടൊക്കെ ഒരു 2 മിനിറ്റ്. അതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഗ്യാസ് ഓഫാക്കാൻ. കുറച്ചുകൂടി തിളയ്ക്കും, വറ്റി പോകരുത് നോക്കാം. ഞാൻ അത്യാവശ്യം കുറച്ചുകൂടി വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളെ മാന്ത ഫിഷ് കറി റെഡിയായി. പക്ഷേ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചിടാം. ഒരു പൊട്ടിക്കാൻ ഓയിൽ ഒഴിക്കാം. മതി, കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് കുറച്ച് ഉലുവ ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. നിങ്ങൾക്ക് ആരുണ്ടാക്കി നോക്കുമ്പോൾ കരിവേപ്പില ഇടാം. ഉലുവ ഒന്ന് പൊട്ടട്ടെ. മാന്തൽക്കറി സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉലുവ ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഓഫാക്കാം. നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ശ്രദ്ധിക്കണം, ഫിഷ് ഉടഞ്ഞു പോരുത് നമ്മൾ ഇളക്കും. അതുകൊണ്ട് അരിവൊന്നും നടുവൊന്നൊക്കെ ആയിട്ട് ഫിഷിനെ എന്താ പറയുക, നമ്മളെ കയ്യിൽ തൊടാത്ത രീതിയിലൊന്ന് ഓക്കെ. അപ്പം നമ്മൾ മാന്തൽ ഫിഷ് കറി തേങ്ങ അരച്ചത് റെഡി. അപ്പോൾ ഇതായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ ഏറ്റവും സിമ്പിളായ രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇത് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ, പൊറാട്ടേൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. ഇല്ലെന്ന് തോന്നുന്നു, എല്ലാത്തിൻ്റെ കൂടെ കഴിച്ചാലും ടേസ്റ്റാണ്. പിന്നെ കുഞ്ഞു മീന മക്കൾക്കൊക്കെ കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള മീനുമാണ്, ചെറുതുമാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. അപ്പോൾ നമ്മുടെ മാന്തൽ ഫിഷ് കറി റെഡിയായി. ഞങ്ങൾക്ക് ഇതിന് കൂട്ടാൻ പൊറാട്ടയാണ്. പൊറാട്ട ഞാൻ ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.